സകല കാര്യങ്ങളെയും ആദ്യം എടുത്ത് ദൂരക്കളയും, സകല ബന്ധങ്ങളെയും ദേവി മുറിച്ചു കളയും. അപ്പോൾ ഇങ്ങനെ ഒരാളുണ്ടപ്പോൾ കാളി കൂടെ ഉണ്ടെങ്കിൽ കാളിയുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും? അപ്പം ഇവരെയൊക്കെ ഈ സാധകൻ പ്രസാദിപ്പിച്ചോണം. ഈ 64 കാളികൾക്കും ഗുരുതി കൊടുത്ത് ദേവതയെ തൃപ്തിപ്പെടുത്തണം. കാളിയുടെ കൂടെ നിൽക്കുന്ന ഡാഗിനി എന്ന് പറയുന്ന യക്ഷിക്ക് പ്രത്യേകമായിട്ടും ഗുരുതി തർപ്പണാദി കാര്യങ്ങൾ കൊടുക്കണം. വിളിച്ചല്ലേ ദേവന്മാർ മന്ത്രം എന്ന് പറയുന്ന ജപിച്ചാൽ ദേവന്മാർ വന്നാൽ വരം തരാണ്ട് പോവില്ല. സാധാരണക്കാരായിരിക്കുന്ന ആൾക്കാർ ഈ മന്ത്രം എന്നുള്ള നിലയിലേക്ക് പോകാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഏത് ദേവതയാണോ ആ ദേവതയ്ക്ക് പറഞ്ഞിരിക്കുന്ന ആചാരങ്ങളെ പാലിക്കുന്നവനായിരിക്കണം. അതിൻ്റെ ഒരു തിക്താനുഭവം എനിക്ക് വന്നപ്പോൾ ഞാൻ തകർന്നടിഞ്ഞു. ഈ ശരീരം മുഴുവൻ കത്തിപ്പോകും എന്നുള്ള നിലയിലേക്ക് വരുന്ന നിത്യത ചെറിയൊരു പിഴവുണ്ട്. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിൻ്റെ വഴികളിൽ വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിൻ്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ആസ്ട്രോളജറും തന്ത്രിയുമായ ശ്രീ അനൂപ് അഗ്നിശർമ്മനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. ഭക്തരുടെയൊക്കെ ഒരു സംശയമാണ്, പ്രത്യേകിച്ചും കാളി ഭക്തരുടെ സംശയമാണ് ഈ കാളി പൂജ അല്ലെങ്കിൽ ഭദ്രകാളിയെ എങ്ങനെയൊക്കെ ആരാധിച്ചാലാണ് പെട്ടെന്ന് ഫലപ്രാപ്തി ലഭിക്കുക? അതിനൊരു വിധിയുണ്ടോ? വിധിപ്രകാരമാണോ അത് ചെയ്യേണ്ടത് എന്നൊക്കെ? വിധിയുമുണ്ട്, അവിധിയുമുണ്ട്. വിധി എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുമുണ്ട്, വളരെ കുഞ്ഞു കാര്യങ്ങളുമുണ്ട്. ഒന്നും അറിയാത്ത ഒരാൾ ഭഗവാനെ അല്ലെ ഭഗവതിയെ ഭജിച്ചാണ് മഹാകാവ്യം എഴുതിയ കാളിദാസനായി മാറിയത്. അപ്പം അതൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ സിദ്ധി ഉണ്ടായില്ലേ. പിന്നെ വിധിയുണ്ട്. ആ വിധി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആ ഭക്ഷണത്തിന് വേണ്ടുന്ന ചേരുവകളെല്ലാം ചേരുമ്പോഴല്ലേ അതിന് സ്വാദം ഉണ്ടാവുക. സാമ്പാറിനകത്ത് എല്ലാ കാര്യങ്ങളും വരുമ്പോഴാണ് സാമ്പാറാകുക. അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകൾ അവിടെ ഉണ്ടാവും. വിധി അനുസരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യം തന്നെ എപ്പോഴും എന്തുണ്ടാവും? ഒരു സ്വാദ്, നന്മ, പൂർണ്ണത ഉണ്ടാവും. അപ്പോൾ അതാ ഇതിനകത്തുള്ളൊരു പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അപ്പം കാളിയെപ്പറ്റി ചോദിക്കുമ്പോൾ സമ്പ്രദായങ്ങൾ പലതുണ്ട്. ക്ഷിപ്രപ്രസാദിയുമാണ്, ക്ഷിപ്ര കോപിയുമാണ്. അനുഷ്ഠാനങ്ങൾ വിധി അനുസരിച്ച് വേണം കാളിയെ നോക്കാനായിട്ട്. കാരണം കാളി 2 അക്ഷരമല്ലേ ഉള്ളൂ. 2 ലക്ഷം ഒരു ജപിച്ച് തീർന്നാൽ ഓട്ടോമാറ്റിക്കലി സിദ്ധിയാവും. ദേവിയുടെ സാന്നിധ്യം കൂടെ ഉണ്ടാകും. പക്ഷെ അതിലോട്ട് എത്തും എന്നതിന് മുമ്പ് ദേവി നമ്മളെ ഒന്ന് പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ വിജയിക്കണം. നമ്മുടെ സകല കാര്യങ്ങളെയും ആദ്യം എടുത്ത് ദൂരക്കളയും, സകല ബന്ധങ്ങളെയും ദേവി മുറിച്ചു കളയും, സ്വന്തത്തിൽ നിന്നും വിടുവിക്കും. പ്രണയമുണ്ടെങ്കിൽ പ്രണയത്തെ ദേവി കട്ട് ചെയ്ത് കളയും, വികാരങ്ങളെ അവികാരങ്ങളാക്കി മാറ്റും. മനസ്സിലായി? നമ്മളിലൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് വരും, ഭയങ്കരമായി നമ്മൾ സ്ട്രെസ് അനുഭവപ്പെടും. ഇതൊക്കെയും നമ്മൾ അനുഭവിച്ച് ഇതിലൊന്നും ഇവൻ മാറുന്നില്ല എന്ന് കരുതുമ്പോൾ അടുത്ത സാധനം എടുത്തിട്ട് വരും, നേരെ സമൂഹത്തിലേക്ക് എടുത്തിടും. എന്നിട്ട് എന്ത് ചെയ്യും? നാട്ടുകാരിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഒക്കെ ഓരോരോ കുത്തുവാക്കുകൾ, ഇഷ്യൂസ്, കലഹങ്ങൾ, പ്രശ്നങ്ങൾ ഇതെല്ലാം നമുക്ക് തരും. അപ്പോൾ എന്താ, നമുക്ക് മാനസികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ട് വരില്ലേ? സൂയിസൈഡ് ചെയ്യാൻ വരെ ചിലപ്പോൾ തോന്നിയെന്ന് വരും. ഇല്ല, ഞാൻ ഇതിനൊന്നും വിടില്ല എന്ന് കരുതി പിന്നെയും മുന്നോട്ട് പോകുമ്പോഴാണ് ഇവൻ പോകുന്നില്ല, ഇവൻ രക്ഷയില്ല, ഇവൻ എന്നെയും കൊണ്ടേ പോകുള്ളൂ എന്ന് അമ്മയ്ക്ക് ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ് അമ്മ പതുക്കെ വാത്സല്യത്തോടെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത്. ആ തിരിഞ്ഞു നോട്ടം മതി നമ്മളെ ദേവി പിടിച്ച് കൈ കയറ്റും. അതിന് കുറേ നിയമങ്ങളുണ്ട്. അത് നല്ലൊരു ഗുരുവിൻ്റെ ആവശ്യകത അത്യാവശ്യമാണ്. കേവലം മൂലമന്ത്രം, ധ്യാനം, അല്ലെ ഛന്ദസ്, ഇത്ര ഒരു ജപം എന്നുള്ളത് മാത്രമല്ല. ഇതിന് കുറേ പദ്ധതികളുണ്ട്. ദീപനി, സ്തംഭിനി, കീലകം, പ്രാണയോഗം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിലൂടെയൊക്കെ തന്നെ ഈ മന്ത്രത്തെ തുറന്ന് വരണം. ഇങ്ങനെ തുറന്ന് വന്നിട്ട് ഈ മന്ത്രത്തിന് കീലകം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. കീലകം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ട് കീലക മന്ത്രം ചൊല്ലി അതിനെ നോക്കിക്കണം. നോക്കിച്ച് കഴിയുമ്പോഴേക്കും ഞാനിത് ഓപ്പൺ ആക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഉത്കീലന മന്ത്രം ചൊല്ലി ഈ മന്ത്രത്തെ ഓപ്പൺ ആക്കണം. അപ്പോഴാണ് ഈ മന്ത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണരുന്നത്. മനസ്സിലായോ? ഈ മന്ത്രം നമുക്കൊരു ആളുടെ അടുത്തുനിന്ന് നമ്മളൊരു ഗുരുവിന്റെ അടുത്തുനിന്ന് വേണം. അത് മാത്രവുമല്ല,
ഈ മന്ത്രം നമ്മുടെ ആധാരചക്രങ്ങളിൽ ഉറങ്ങിക്കിടക്കുക. ഓരോ ചക്രങ്ങളിൽ ഈ മന്ത്രത്തെ കൊണ്ടുവന്ന് ജപിക്കണം. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരപത്മം. ഇതിലൊക്കെ തന്നെയും ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 1008 വീതമെങ്കിലും ഇത് ജപിക്കണം ഓരോ ചക്രങ്ങളിൽ. ആ ചക്രങ്ങളിൽ ഈ മന്ത്രം ജപിക്കുമ്പോഴാണ് ഒരുവന് അമാനുഷിക തലങ്ങളിലേക്ക് ഉയരാനായിട്ട് സാധിക്കുക. അപ്പോൾ അവന് അഷ്ടസിദ്ധികൾ ഓപ്പണാക്കാനായിട്ട് തുടങ്ങും. മുൻകൂട്ടി കാണാൻ പറ്റും. വരാൻ പോകുന്ന കാര്യങ്ങൾ ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ഇവൻ അറിയാൻ പറ്റും. വീട്ടിലിരിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഇപ്പോൾ എന്നെ ആരാ കാണാൻ വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പം എനിക്ക് തന്നെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന സമയത്ത് പൂജ ചെയ്തുകൊണ്ടിരിക്കുക, വെറുതെ ഒരാളെ ഞാൻ ചിന്തിച്ചു. പെട്ടെന്ന് എൻ്റെ മൈൻഡിനോട് വന്നു, ഞാൻ ദീപാരാധന സമയത്ത് കർപ്പൂരം ഒഴിഞ്ഞിട്ട് പുറത്തോട്ട് ആൾ പുറത്തുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഒരു സാധനം നമുക്ക് കിടക്കും. ചില കാര്യങ്ങൾ വെറുതെ ഇരിക്കുക, ഞാൻ ചുമ്മാ ഒരാളെ പറ്റി ചിന്തിക്കുമായിരിക്കും, ആ സമയത്ത് തന്നെ അയാൾ എന്നെ വിളിക്കും, ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പം അയാൾ അവിടുന്ന് ഫോൺ എടുക്കുമ്പോൾ തന്നെ നമുക്കിവിടെ എന്തുണ്ടാവും, ആ ഒരു ഹിൻഡ് ഇവിടെ കിട്ടും. അപ്പം ഇങ്ങനെയുള്ള അഷ്ടസിദ്ധികളിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള അമാനുഷികമാകുന്ന കഴിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാനായിട്ട് നമുക്ക് സ്റ്റാർട്ടാവുക. അപ്പോൾ ഈ മന്ത്രം ജപിച്ചിട്ട് കാര്യമില്ല, ഓരോ സ്റ്റേജുണ്ട്. ഏതാണ്ടൊരു 300 കഴിയുമ്പോഴാണ് മന്ത്രം ഉറക്കച്ചടയിൽ നിന്നൊന്ന് എഴുന്നേക്കുന്നത്. എന്നിട്ട് ഏതാണ്ട് 600 ഊര് കഴിയുമ്പോഴാണ് മന്ത്രം ഒന്ന് ഞെരിവിളി ഒന്ന് കൊണ്ട് എന്താ സംഭവം എന്ന് നോക്കുക. 700 ഊര് കഴിയുമ്പോഴാണ് മന്ത്രം എന്താണ് ആവശ്യം നിനക്ക് എന്ന് ചിന്തിക്കുക, എന്താണ് നീ എന്നെ വിളിക്കുന്നേ. 1008 ഊര് വരുമ്പോഴാണ് മന്ത്രം സ്ട്രോങ് ആയിട്ട് വരിക. ഉണർന്ന് വന്നിട്ട് ചോദിക്കും, എന്താ ആവശ്യം, അപ്പം പറയും. അതിനെയാണ് നമ്മൾ സാധ്യം പറയുക എന്ന് പറയും. നമ്മുടെ ആവശ്യം സാധ്യം പറയുക എന്ന് പറയും. അപ്പം ഇന്ന നക്ഷത്രത്തിൽ പറഞ്ഞ എനിക്ക് ഒരു ശ്ലോകമുണ്ട്, ഞാൻ പറയുന്നില്ല, അതിൻ്റെ ഒരു സംസ്കൃത ശ്ലോകമാണ്. ഇന്ന മന്ത്രത്തിൽ ജനിച്ച എനിക്ക് എൻ്റെ ജന്മജന്മാന്തരങ്ങളായിരിക്കുന്ന പാപങ്ങളെ ക്ഷയിപ്പിക്കണം, പൂർവജന്മ പാപക്ഷയാർത്ഥം, ഇഷ്ടകാമ്യ സിദ്ധ്യർത്ഥം. കാമ്യം പറഞ്ഞാൽ ആഗ്രഹം, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് പൂർത്തീകരിക്കണം, സകല ശത്രുദോഷ നിവാരണം, എൻ്റെ ശത്രുക്കളെ മുഴുവൻ അങ്ങ് ഇല്ലാണ്ടാക്കി കളയണം. ശത്രുക്കൾ എന്ന് പറയുന്നത് പുറമേയുള്ള ശത്രുക്കൾ മാത്രമല്ല, അകമേയുള്ള ശത്രുക്കളും. ശത്രുദോഷ നിവാരണാർത്ഥം, ആഭിചാരങ്ങൾ എന്തെങ്കിലും പ്രയോജനം, ആഭിചാരദോഷ നിവാരണാർത്ഥം, സകലവിധ ഐശ്വര്യ അഭിവൃദ്ധി സിദ്ധ്യർത്ഥം, ധനധാന്യ സമ്പൽ സമൃദ്ധ്യർത്ഥം, മന സന്തോഷ സിദ്ധ്യർത്ഥം, ആയുരാരോഗ്യ സിദ്ധ്യർത്ഥം. ഇതെല്ലാം എനിക്ക് വേണം, എനിക്ക് തരൂ. മന്ത്രം ഉണർന്നിട്ട് വിളിച്ചല്ലേ, ദേവന്മാർ മന്ത്രം എന്ന് പറയുന്ന ജപിച്ചാൽ ദേവന്മാർ വന്നാൽ വരം തരാണ്ട് പോവില്ല. ചോദിച്ചെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചോണ്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ ശക്തിയായി കഴിയുമ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടാൽ മന്ത്രം തരും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഐശ്വര്യങ്ങൾ ഉണ്ടാവുക. അപ്പം ധനം ഉണ്ടാവും, നന്മയുണ്ടാവും, സന്തോഷം ഉണ്ടാവും, ഒരുപാട് നേട്ടങ്ങളുണ്ടാവും. അത് ഇതിനകത്ത് മിസ്റ്റേക്ക് വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരും. ഇതിനകത്തൊരു പിഴവുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് പ്രോബ്ലംസ് വരും. വായിക്കോട്ടെ വരിക, എന്തൊക്കെയോ ശല്യം ചെയ്യുന്നുള്ള കാര്യങ്ങൾ വരിക, നമ്മളതിനെ പൂർത്തീകരിക്കാൻ പറ്റാണ്ട അവസ്ഥയിലേക്ക് നമ്മളെ തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതൊരു ഗുരുവിൻ്റെ ആവശ്യകത വളരെ അത്യാവശ്യമാണ്. ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഗുരുവാണ് ഈ മന്ത്ര ഉപാസനയ്ക്ക് സ്വീകരിക്കുന്നതെങ്കിൽ ആ മന്ത്രം കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവില്ല. ഇതിന് അങ്ങനെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? മന്ത്രങ്ങൾ എന്ന് പറയുന്നത് തീയാണ്, അഗ്നിയാണ് മന്ത്രം. അപ്പം മന്ത്രം ജപിച്ചാൽ പൊള്ളൽ ഉണ്ടാവില്ലേ? അപ്പോൾ അഗ്നിയെ കൊണ്ട് നമുക്ക് നല്ലതും ചെയ്യാം, ചീത്തതും ചെയ്യാം. അഗ്നി കൊണ്ട് നമുക്ക് ഭക്ഷണം പാകം ചെയ്യാം. എന്നാൽ ഈ അഗ്നി നമ്മുടെ ദേഹത്ത് കൊണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് ആപത്തുണ്ടാവില്ലേ? സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ സ്വയമേ തന്നെ ആപത്ത് വരാനായിട്ടും സാഹചര്യങ്ങൾ വരും. അതുകൊണ്ട് ചൊല്ലേണ്ട മന്ത്രങ്ങളുമുണ്ട്, ചൊല്ലേണ്ടാത്ത മന്ത്രങ്ങളുമുണ്ട്. സാധാരണക്കാരായിരിക്കുന്ന ആൾക്കാർ ഈ മന്ത്രം എന്നുള്ള നിലയിലേക്ക് പോകാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. നാമങ്ങൾ ചൊല്ലാൻ പറ്റുന്ന നാമങ്ങൾ ഉണ്ട്. ഇപ്പം ദേവിയെ ഭജിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബ പരദേവത ഭദ്രകാളിയാണ്, എനിക്ക് അമ്മയെ ഭജിക്കണം. വേണ്ട, അമ്മയെ നീ ധ്യാനിക്കൂ, അമ്മയുടെ രൂപം കാണൂ, എന്നിട്ട് എന്ത് ചൊല്ലു നീ
അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് നീ ചൊല്ല്. അമ്മ നിനക്ക് പ്രത്യക്ഷമാകും, നിന്നെ അനുഗ്രഹിക്കും, നിന്നെ സഹായിക്കും. മനസ്സിലായോ? മറ്റേ കാര്യങ്ങളിലേക്ക്, അതായത് ദീക്ഷ പോലുള്ള സമ്പ്രദായങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ അനുഭവങ്ങൾ വരും. ഏതാ? നിന്റെ സകല കാര്യങ്ങളെ ആദ്യമേ എടുത്ത് ഉടക്കി വരും, ഇഷ്യൂസിനെ കൊടുക്കും, എന്നിട്ടേ തരുള്ളൂ. മനസ്സിലായോ? മറ്റേതാണെങ്കിൽ പ്രശ്നമല്ല, നമ്മളെ ഭജിക്കല്ലേ, അമ്മേ ഇങ്ങനെ അനുഗ്രഹിക്കണം, രക്ഷിക്കണം, കൂടെ ഉണ്ടാണ്, എൻ്റെ ആപത്തിൽ നിന്ന് കരകയറ്റണം, അത് പ്രാർത്ഥനയാണ് വരുന്നത്. മറ്റേതാണ് നമ്മളെ കൂടെ കൂട്ടുക. മനസ്സിലായി? കൂടെ നിർത്തുകയാണ്, തൻ്റെ വലത്ത് ഭാഗത്ത് നിർത്തുക ദേവിയെ. മനസ്സിലായി? അപ്പോൾ എപ്പോഴും കൂടെ ഉണ്ട്, നിഴൽ പോലെ അമ്മ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആള് ആ ഏത് ദേവതയാണോ ആ ദേവതയ്ക്ക് പറഞ്ഞിരിക്കുന്ന ആചാരങ്ങളെ പാലിക്കുന്നവനായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരാളുണ്ടപ്പോൾ കാളി കൂടെ ഉണ്ടെങ്കിൽ കാളിയുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും? മനസ്സിലായോ? അപ്പം ഇവരെയൊക്കെ ഈ സാധകൻ പ്രസാദിപ്പിച്ചോണം. അതിന് പൂർവികർ ഒരു ദിവസം ഇതിനൊരു നിയമം ഉണ്ടാക്കി. അപ്പം ഈ 64 കാളികൾ, 64 ഖണ്ഡങ്ങളിൽ 64 കാളികൾ നിൽക്കും. ഈ 64 കാളികൾക്കും ഗുരുതി കൊടുത്ത് ദേവതയെ തൃപ്തിപ്പെടുത്തണം. കാളിയുടെ കൂടെ നിൽക്കുന്ന ഡാഗിനി എന്ന് പറയുന്ന യക്ഷിക്ക് പ്രത്യേകമായിട്ടും ഗുരുതി തർപ്പണാദി കാര്യങ്ങൾ കൊടുക്കണം. ഇങ്ങനെ ചെയ്ത് ഇവരെ എല്ലാം ഹാപ്പി ആക്കിയിട്ട് നിർത്തിക്കഴിഞ്ഞാൽ അവരെന്ത് ചോദിച്ചാലും തരും. കൊല്ലാൻ പറഞ്ഞാൽ പോയി കൊല്ലും, അഷ്ടൈശ്വര്യങ്ങൾ തരാൻ പറഞ്ഞാൽ തരും. നല്ല സാധന വേണം. എൻ്റെ ഗുരുനാഥൻ എന്നൊക്കെ പറയുന്ന വേറെ തലങ്ങളിലുള്ള ആളാണ്. ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. കുഞ്ഞുനാൾ മുതലുള്ള ഒരു അന്വേഷണമാണ് കാളി. മനസ്സിലായോ? അതിൻ്റെ ഒരു തിക്താനുഭവം എനിക്ക് വന്നപ്പോൾ ഞാൻ തകർന്നടിഞ്ഞു. ഈ ശരീരം മുഴുവൻ കത്തിപ്പോകുമെന്നുള്ള നിലയിലേക്ക് വരുന്ന നിത്യത, ചെറിയൊരു പിഴവുണ്ട്. ആ തലത്തിൽ നിന്നും എന്നെ രക്ഷിച്ചതാണ് സാക്ഷാൽ നാരായണൻ ഗുരുവായൂരപ്പൻ. ഞാനതാ പറഞ്ഞ് ഏത് മായയിലും സൊല്യൂഷൻ കണ്ടെത്താൻ പ്രാപ്തിയുള്ള ആളാണ് ഗുരുവായൂരപ്പൻ, കൃഷ്ണൻ. മനസ്സിലായോ? അപ്പം ഞാൻ ഭയങ്കരമായ രീതിയിൽ കത്തിപ്പോകും എന്നുള്ളൊരു നിലയിലേക്ക്, ചുട്ട് പൊള്ളിപ്പോകും എന്നുള്ള നിലയിലേക്ക് വന്നപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും എന്നെ കൈപിടിച്ച് ശുഭാവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഭഗവാനാണ്, നാരായണനാണ്. എനിക്ക് അത്രയധികം വിശ്വാസമാണ് ഗുരുവായൂരപ്പനെ. അപ്പം ഏതൊരാപത്തിലും ഞാനും പറയുക, ഞാനിപ്പോൾ ഇങ്ങോട്ട് വരിക, എങ്ങോട്ട് പോകണമെങ്കിലും ഞാൻ ആദ്യമേ ഈ ഞാനെന്ന് പറഞ്ഞ ഈ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ഈ മനസ്സിൻ്റെ ഈ ചിന്തയുടെ ബുദ്ധിയുടെ ഒക്കെ എല്ലാം കടിഞ്ഞാണ് നേരെ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലോട്ട് കൊടുക്കും. ഭഗവാനെ 3:30 ഇവിടെ എത്തണം, 2 മണിക്ക് മുമ്പ് എനിക്ക് അവിടെ എത്തേണ്ടതാണ്, ബ്ലോക്കാണ്, എനിക്കൊന്നും അറിയത്തില്ല, ഈ സ്റ്റിയറിങ് ഞാൻ ഇങ്ങോട്ട് തരിക. ഭഗവാൻ എവിടെയെങ്കിലും ഏത് റൂട്ടിലൂടെയെങ്കിലും കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് എത്തിക്കും. അങ്ങനെ ഒരാളാണ് ഭഗവാൻ.